സന്തോഷ് പണിക്കരുത് കേട്ടിട്ടുണ്ട്. ഏത് സന്തോഷ്? സന്തോഷ് കുമാർ BS. ശ്രേയസ് അങ്ങനെ പറഞ്ഞാൽ ഇൻഷലും ഫുള്ളാകുമല്ലോ. വട്ടപ്പുറത്ത് ശ്രീധരനാഥൻ സന്തോഷ് കുമാർ. ഓക്കെ. അപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കടുത്തുരുത്തി വെച്ച് നടന്നത്. അല്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ 25ാമത്തെ ആഘോഷമായ വർഷത്തിന്റെ ഒത്തിരി വർഷം മുമ്പ് നിങ്ങൾ ഒന്ന് ജീവിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഈ സഹധർമ്മിന്റെ പേരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉഷയെ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു മുഹൂർത്തം, അതിനെ കുറിച്ച് എന്തെങ്കിലും? ആദ്യമായിട്ട് ഉഷ കണ്ടുമുട്ടു എന്ന് പറഞ്ഞാൽ മുട്ടിയില്ല, കണ്ടത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക്. ഞങ്ങളന്ന് ബാലേക്ക് പഠിക്കുക. അന്നേരം കണ്ടായിരുന്നു. മുട്ടാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അവള് സമ്മതിച്ചു. അങ്ങനെയാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഇതിങ്ങനെ ഞാൻ ചോദിക്കുന്നത് അതിന്റെ ചോദ്യമാണ്. ഫസ്റ്റ് കണ്ടു, പിന്നെ അനവധി തവണ വീണ്ടും കാണാൻ സാധിക്കില്ല. അല്ല, ഞങ്ങൾ എപ്പോഴും ബാലറ്റ് ട്രൂപ്പിലുണ്ടല്ലോ, ഡാൻസ് പഠിക്കുന്നുണ്ട്, എപ്പോഴും കാണുന്നുണ്ട്. കാണാതിരിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാണ്. അതിലേക്ക് തന്നെ കിടക്കുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ ഈ കൂടുതൽ അടുക്കാനായിട്ടുള്ളൊരു ആദ്യത്തെ കണ്ടുമുട്ടൽ കൊണ്ടാണോ അതോ അതിനുശേഷം ഉണ്ടായ? അത് തന്നെയാണ് പറഞ്ഞത്. അടുക്കാൻ എനിക്കും താല്പര്യം, പക്ഷെ അടുക്കാൻ അന്നേരം ഉള്ള സമയത്തില്ല. എന്നിട്ട് പിന്നെ അടുക്കാനുണ്ടായ ഒരു സാഹചര്യം? ലാസ്റ്റ് സാഹചര്യം വന്നുകൊണ്ട് പ്രേമമായി വന്നു കഴിയുമ്പോഴത്തേന് എന്നാലും ഞാൻ അടുക്കാൻ ഒത്തിരി നോക്കാം. ആദ്യത്തെ നമ്പർ കുറെ ഒരു നല്ലൊരു പ്രേമലേനൊക്കെ കൊടുത്തു. എഴുതി കൊടുത്തോ? ആ, പിന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോളാം. അതായത് ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുടുംബം ചേച്ചിയെ കുഞ്ഞമ്മണി എന്നാണ് വിളിക്കുന്നത്, റോസം ചേച്ചി. അപ്പോൾ സന്തോഷിന് ഒരു തീർച്ചയായിട്ടും പ്രേമലേഖനത്തിൽ വീഴണമെങ്കിൽ, ഉഷാമ വീഴണമെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു ഒറ്റ ഡയലോഗ് ഇടുള്ളൂ. ഡീസന്റ് അടിയങ്ങൾ അപ്പോഴും അന്നും ഇന്നും വിളിച്ചോണ്ടിരിക്കുന്ന കുട്ടാന്ന് അങ്ങോട്ട്. അപ്പോൾ ഉഷാമയ്ക്ക് ഏറ്റവും ഇഷ്ടം കുട്ടാന്ന് വിളിക്കുന്നതാണ് സന്തോഷം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നുവരെ അങ്ങനെ വിളിക്കുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബജീവിതത്തിന് ഒരു ഇതൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ശരിക്കും നിങ്ങൾ ആ കുടുംബജീവിതം ഒന്നിച്ച് ആരംഭിച്ചിട്ട് 25 വർഷം കഴിഞ്ഞിട്ട് 4 മാസം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു 25 വർഷത്തെ ഒരു അനുഭവം ചെറിയ രീതിയിൽ വിവരിക്കാൻ പറ്റും? ചോദിക്കുകയാണെങ്കിൽ മറ്റേ നസീറും ജയഭാരിയായിട്ടുള്ള കുറേ സിനിമകളാണ്. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം അതുപോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഷീല എനിക്ക് കൂട്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വേണ്ടല്ലോ എന്ന് വെച്ചത്. ഇപ്പോഴും മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെറുപ്പം തന്നെയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഈയിടെയായിട്ട് സന്തോഷപ്പെട്ട സ്ഥലത്തില്ലായിരുന്നു. ഇല്ല, ഞാൻ ചോദിക്കുന്നത് 1 വർഷത്തോളം ഇവിടെ നിന്ന് മാറുന്നു. 15 മാസം മാറുന്നു. അപ്പം നിങ്ങൾ വേണ്ട ഒരു 25 വർഷം ഒന്നിച്ച് താമസിച്ചിട്ട് 1 വർഷം മാറി നിന്നു. അതിനുശേഷം വീണ്ടും വന്നപ്പോൾ എന്തെങ്കിലും ആ നിങ്ങളുടെ സ്നേഹബന്ധത്തിന് എന്തെങ്കിലും കൂടുതൽ ഒന്നുകൂടെ കൂടുവാണ് ചെയ്താൽ? വന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്ന് ആഫ്രിക്കൻ വീട്ടിൽ തീറ്റ കൊടുത്ത പോലെ. ഉഷാമയ്ക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് ഉഷാമയോട് ചോദിച്ചോട്ടെ, സന്തോഷം ആദ്യമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം വെളിപ്പെടുത്താൻ പറ്റും? കണ്ടപ്പോഴേ സന്തോഷം അങ്ങനെയല്ല പറഞ്ഞേ. സന്തോഷം അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. സന്തോഷം അങ്ങനെ പറഞ്ഞില്ല. എനിക്കറിയാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ 25 വർഷത്തിനിടയ്ക്ക് നിങ്ങളതൊന്നും പങ്കുവെച്ചില്ലേ? ഏത് നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ കല്യാണം കഴിയുമ്പോഴത്തേന് 9 പെൺപിള്ളേരുടെ ഫോട്ടോയും അവരുടെ പ്രേമലേഖനം ഇതെല്ലാം കൂടെ ഞാൻ അവളുടെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കല്യാണം കഴിയുന്നത്. എല്ലാം പിന്നെ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഫോട്ടോ എല്ലാം കൊടുത്തു. ഏതാ അല്ല, ഈ സറൗണ്ടിങ്സ് കൂടെ തന്നെ ഉണ്ട്. നമുക്ക് എല്ലാവരെയും അറിയുകയും ചെയ്യും. അതാണ് പിന്നെ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അവരും ഹാപ്പിയാണ്. ഏതാ കുറിയോ? അതെന്നാന്ന് വെച്ചാൽ മറ്റേ സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ മനസ്സിൽ ചെറുപ്പമായി നിൽക്കണം എന്നുള്ള ധാരണ. അപ്പൊ മനസ്സുകൊണ്ട് ചെറുപ്പമാകുകയാണെങ്കിൽ ശരീരം കൊണ്ടും അങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പൊ എന്റെ മക്കളുടെ കല്യാണം വരെ എനിക്ക് വലിയ അഹങ്കാരമില്ല, മമ്മൂട്ടി ആണെന്നില്ല, ഒരു ലാലോല സിംഗിളായി നിൽക്കണമെന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ മനസ്സിൽ മെന്റലി ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സുരേഷ് ഗോപി എങ്കിലും ആകാൻ പറ്റുന്നത്. പക്ഷെ ലാലോല സിംഗിലെങ്കിലും ആകണം എന്നുണ്ട് ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്താണ്? എനിക്കോ? എനിക്ക് 46 വയസ്സായി. നിങ്ങളെ കണ്ട ഞങ്ങൾക്ക് ഒരു ദേശം 32 വയസ്സെ കൊണ്ട് തോന്നിക്കുകയല്ലോ. 33. ഈ ചെറുപ്പത്തിന്റെ രഹസ്യം അതൊന്നും വെളിപ്പെടുത്താൻ പറ്റും? അതോ എന്റെ ഏറ്റവും
ശരീരത്തിന്റെ സൗന്ദര്യമാണോ മനസ്സിന്റെ സൗന്ദര്യമാണോ? മൊത്തത്തിലുള്ള സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്റെ സന്തോഷമായ ഭാഗം ചെറിയ ഓളങ്ങളൊക്കെ ഉണ്ടല്ലോ ശരി, എന്നാലും ആ ഒരു ഇത് അതാണ് എൻ്റെ ഉയർച്ചയും എൻ്റെ മനസ്സിൻ്റെ നന്മയും. ഇനിയും എത്ര ജന്മം ജീവിക്കുകയാണെങ്കിലും ഇതുപോലൊരു അച്ഛൻ്റെ മകനായിട്ട്, ഇതുപോലൊരു ഭാര്യയുടെ ഭർത്താവായിട്ട്, ഇതുപോലൊരു മക്കളുടെ അച്ഛനായിട്ട് എത്രത്തോളം കാലമാണെങ്കിലും ജീവിക്കണം എന്നൊരു പ്രാർത്ഥനമാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ, ആ 25 വർഷത്തെ യാത്രയിലിടയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലേക്ക് 2 അംഗങ്ങൾ കടന്നു വന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അവരെ ഒന്ന് പരിചയപ്പെടുത്താം, അവരെ ഒന്ന് വിളിക്കാമോ? പിന്നെ തീർച്ചയായിട്ടും എൻ്റെ മോളുണ്ട്, ഇത് മോനുണ്ട്, ക്യാമറയ്ക്കൊന്നും വിട്ടേക്കുള്ള 5 ലൈനുണ്ടായിരുന്നു, അതുപോലെ ഈ കുറച്ച് ദൂരെ കളഞ്ഞു. ഒരാളെന്തേ? മോനാണല്ലേ? മോന്റെ പേരെങ്ങനെയാ? അപ്പറേ 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 ഇതിലേ കയറിക്കും. അമ്മച്ചി വിട്ടിരുന്നോ? മോഹൻലാൽ പറഞ്ഞു അമ്മച്ചില്ല എന്തൊരാഘോഷം. മോനാണ് അല്ലേ? മോന്റെ പേരെങ്ങനെ? സോനു. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെയാണ് പഠിക്കുന്നത്? അതിനെ കോയമ്പത്തൂർ പോയി പഠിക്കാനുള്ള കോയമ്പത്തൂർ ആ സ്ഥലം ഇഷ്ടമായതാണോ കോയമ്പത്തൂർ പഠിക്കുന്നത്? ജീവിതത്തിൽ ആരെങ്കിലും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അച്ഛനെയും അമ്മേനെയും പെങ്ങളെ അല്ലാതെ ഏറ്റവും ഇഷ്ടം ആരോടോ? അതല്ലേ ഇപ്പം നിലവിൽ ഏറ്റവും ഇഷ്ടം ആരോടാ? നമ്മുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തില് അല്ലെങ്കിൽ ആ കൂടുതൽ പേര് സഹപാഠികൾ, സഹപ്രവർത്തകർ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്. കാരണം 14-ാമത്തെ വയസ്സ് മുതൽ അച്ഛൻ ഉഷാമ്മയെ കണ്ടു പരിചയപ്പെട്ടു. അവർക്ക് ആ ബന്ധം ദൃഢപ്പെടുത്താൻ പറ്റിയ എന്ന് പറഞ്ഞ പോലെ ഒരു ജീവിതം, ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഇഷ്ടം ആരോടെങ്കിലും ഉണ്ടോ? ദൃഢമായിട്ടില്ലല്ലേ? അപ്പം ജീവിതത്തിൽ ദൃഢത വേണം, അത് ആവശ്യമാണ്. അപ്പം എത്രയും പെട്ടെന്ന് ദൃഢമായ ഒരു സ്നേഹബന്ധം ഉണ്ടാക്കി അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. മുത്തച്ഛന്റെ പാരമ്പര്യം. അപ്പം ഉഷാമ്മയുടെയും സന്തോഷിന്റെയും മോളല്ലേ? മോൾ എന്ത് ചെയ്യുന്നു? എവിടെ വർക്ക് ചെയ്യുന്നു? ബാംഗ്ലൂർ. എന്ത് വർക്ക് ചെയ്യുന്നു? സ്റ്റാഫ് നേഴ്സ്. എവിടാണ്? സാഗറപ്പോ. ഇതെന്താണ് ഇങ്ങനെ നേഴ്സ് ആകണം എന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടായത്? അതൊരാളുടെ നിർബന്ധത്തിലും ഫോഴ്സിലും ബാംഗ്ലൂരിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടി, അങ്ങനെ പോയതാണ്. അച്ഛൻ നിർബന്ധിച്ചു വിട്ടതല്ലേ? പിന്നെ അപ്പൊ ഈ ചുരുങ്ങിയ കാലത്തുള്ള നഴ്സിംഗ് ജീവിതം സന്തോഷകരമാണോ? ആ ഫീൽഡ് ഇഷ്ടമാണോ? അച്ഛനെയാണോ അമ്മയെയാണോ? ആങ്ങളെയാണോ ബ്രദറിനെയാണോ ഇഷ്ടം? ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൂടുതൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. ജീവിതത്തിൽ ആരെങ്കിലും കൂടുതലായിട്ട് ഇഷ്ടമുണ്ടോ? ഇല്ല, ആരെയും കൂടുതലായിട്ട് ഇഷ്ടമില്ല. ഇനി കൂടുതലെങ്കിലും ആരെങ്കിലും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പം അച്ഛനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ടോ? ഉണ്ടോ? ഏത് രാജ്യമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, മനസ്സിലുള്ളത്, താല്പര്യമുള്ളത്? അറിയത്തില്ല. എന്നാലും നമുക്കൊരു കണക്കൂട്ടലില്ല. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കുടുംബത്തിൻ്റെ വളരെ മാതൃകാപരമായി ജീവിക്കുന്ന, വളരെ ചെറുപ്പത്തിലെ തന്നെ അടുത്തറിയുവാനും ഒന്നിച്ച്